യുടെ ഒക്കെ കാലാണ്. ഈ നിങ്ങളിപ്പോ പറഞ്ഞു ഇതിന്റെ വില നിർണ്ണയിക്കാന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന് പുതിയ ചൈനയുടെ ഡീപ് സീക്ക് ഒക്കെ എത്തി. അപ്പൊ ഇതൊരു 5 കൊല്ലം കഴിയുമ്പോ ഈ ജോലി നമ്മളെക്കാൾ നന്നായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ തിരിച്ചു വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പാരന്റ്സിന്റെ, അതായത് എന്റെ പാരന്റ്സിന്റെ, നിങ്ങളുടെ അല്ല, നിങ്ങളുടെ മേ ബി ഗ്രാൻഡ് പാരന്റ്സ്, ആ ഒരു സമയത്ത് കമ്പ്യൂട്ടർ വരുന്നൊരു യുഗമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ടെക്നോളജിയിൽ കുറച്ച് ഇന്നോവേഷൻ വരുന്ന ഒരു സമയമായിരുന്നു. ലൈക്ക് ഇപ്പോൾ അക്കൗണ്ട്സിൽ തന്നെ എക്സലും ടാലി ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അന്നും ഇതേ ചോദ്യം ഉണ്ടായിട്ടില്ലേ? നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓരോ കാലഘട്ടത്തും ഓരോ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നോക്കുക, അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കുക, നോളജ് ഇംപ്രൂവൈസ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ലൈഫ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ജസ്റ്റ് കോമ ഇടുക, ഓൾവേസ് കോമ, നെക്സ്റ്റിന് ഉത്തരം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മളും ഈ ഒരു സിറ്റുവേഷൻ, നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നില്ലടാ, ഇപ്പോൾ ഈ ഒരു യുഗത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ, അതുപോലെ വരും വർഷത്തിൽ അതിനനുസരിച്ച് നമുക്ക് ജീവിച്ചു പറ്റും. പിന്നെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ലൈഫിൽ ടെൻഷൻ അടിക്കുന്നതിന് വലിയ കാര്യമുണ്ടോ? നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ പണി കൂടുതൽ അത് നോക്കാം. ഇപ്പൊ ഞാനൊക്കെ ടീച്ചിങ്ങിൽ ഭയങ്കരമായിട്ട് എയുടെ സപ്പോർട്ട് അടിപൊളിയായിട്ട് നല്ല നല്ല വേർഡ്സിലൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ചില പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര പേഴ്സണലി ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത്.